സന്നിധാനത്തു നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് CPR നൽകുന്നതിൽ പരിശീലനം നൽകി 20 പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകിയത്. ഇതാണ് പോസ്റ്റ്. ഞാൻ അവർക്കുന്നില്ല, കാരണം ഭയങ്കര ഡിസ്ട്രസിംഗ് ആണ്. അതാണ് ആവശ്യമില്ലാത്ത കൊടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പിന്നെ വരേണ്ട ആക്ഷൻ മൊത്തം ഇങ്ങനെയാണ്. ഈ ഷോൾ ഇതാണ് മുമ്പിട്ട് വരേണ്ടത്. എന്നിട്ട് വന്നതിന് ശേഷം 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആളാണ് കൊടുക്കേണ്ടത്. കൊടുക്കുമ്പോൾ വരുന്ന വെച്ചാൽ 1, 2, 3 ഇതേ. ഹൃദയാഘാതമുണ്ടാകുന്നവർക്ക് നൽകുന്ന അടിയന്തര ചികിത്സയായ CPR നൽകുന്നതിന് സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കാണ് പരിശീലനം നൽകിയത്. സന്നിധാനത്തെ മെഡിക്കൽ ഓഫീസറും കോഴഞ്ചേരി ജനറൽ ആശുപത്രിയിലെ ഡോക്ടറുമായ ബബിൽ രാജ്, സന്നിധാനത്ത് മെഡിക്കൽ ഡ്യൂട്ടിയിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ ആനന്ദ് ശ്രീനിവാസൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലനത്തിൽ സോപാനത്ത് ഡ്യൂട്ടിയിലുള്ള 20 പോലീസ് ഉദ്യോഗസ്ഥർ പങ്കെടുത്തു. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം സന്നിധാനം സ്പെഷ്യൽ ഓഫീസർ B കൃഷ്ണകുമാർ നിർവഹിച്ചു. സന്നിധാനത്തെത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അടിയന്തര ഘട്ടത്തിൽ CPR നൽകുന്നതിൻ്റെ ആവശ്യകത കണക്കിലെടുത്താണ് പരിശീലനം. സന്നിധാനത്ത് ചുമതലയുള്ള എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർക്കും CPR പരിശീലനം നൽകുമെന്ന് സ്പെഷ്യൽ ഓഫീസർ കൃഷ്ണകുമാർ അറിയിച്ചു. മല കയറുന്നതിനിടെ ഹൃദയാഘാതമുണ്ടാകുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിന് വിപുലമായ സൗകര്യമാണ് സന്നിധാനത്ത് ഒരുക്കിയിട്ടുള്ളത്. സന്നിധാനത്തേക്കുള്ള ഇരുവഴികളിലുമുള്ള 17 എമർജൻസി മെഡിക്കൽ സെൻ്ററുകളിലെ ജീവനക്കാർ CPR നൽകുന്നതിൽ പരിശീലനം നേടിയവരാണ്. എമർജൻസി മെഡിക്കൽ സെൻ്ററുകളിൽ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡിഫൈബ്രിലേറ്റർ ഉപകരണവും സജ്ജമാക്കിയിട്ടുണ്ട്. ഈ ഉപകരണം ഘടിപ്പിച്ചാൽ ഹൃദയമിടിപ്പിൻ്റെ തോത് നിർണ്ണയിക്കാനും ഉചിതമായ സമയത്ത് ഇലക്ട്രിക് ഷോക്ക് നൽകി ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ പൂർവ്വസ്ഥിതിയിൽ ആക്കുന്നതിനും സഹായിക്കും. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.